1961 സിനിമാ സംവിധായകൻ, പ്രശസ്ത സംവിധായകനായിട്ടുള്ള രാമു കാര്യാട്ട് തൃശ്ശൂർ നാട്ടകയിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിച്ചു. പക്ഷേ അദ്ദേഹത്തിന് MLA ആയി ഒരു ദിവസം പോലും സേവനമനുഷ്ഠിക്കുവാനോ അല്ലെങ്കിൽ MLA ആയി ഇരിക്കുവാനോ സാധ്യമായില്ല. കാരണം തൂക്ക് മന്ത്രിസഭയായിരുന്നു, രാഷ്ട്രപതി ഭരണം വന്നു. അതിനുശേഷം 1975 തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം അദ്ദേഹത്തെ പിന്തുണയ്ക്കാത്തത് കാരണം ഇടതുപക്ഷത്തിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശ്രീ രാമു കാര്യാട്ട് മത്സരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടിയിരുന്നത്. കാരണം അദ്ദേഹത്തിന് വേണ്ടി, രാമു കാര്യാട്ടിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആ വേദികളിൽ എത്തിയിരുന്ന പ്രേം നസീർ സാറും ഷീല മേഡവും ഒക്കെയായിരുന്നു. അപ്പോൾ ആ താരങ്ങളെ കാണുവാനായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് ഏതാണ്ട് 3 ലക്ഷം പേരോളം തൃശ്ശൂരിൽ വന്ന് കൂടിയിരുന്നു എന്നുള്ളതാണ് പഴയ കണക്ക്. ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. അതായത് ആ കാലത്ത് 3 ലക്ഷം പേരൊരു തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ചിലപ്പോൾ അതൊരു റെക്കോർഡ് തന്നെ ആയിരിക്കാം. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഏതാണ്ട് 6700 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 3ഓ 4ഓ സ്ഥാനക്കാരനായി അദ്ദേഹം ഒതുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ താരാരാധന എന്നുമുണ്ട്. പക്ഷെ താരാരാധന എവിടെ അതിനൊരു വര വരച്ച് അതിനെ ആ വരയ്ക്കപ്പുറം നിർത്തണമെന്നുള്ള കാര്യത്തിൽ മുൻ തലമുറയ്ക്ക് കുറച്ചും കൂടി വ്യക്തമായൊരു തെളിമ അവരുടെ ചിന്തകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ തെളിമ ഉണ്ടാവാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു വരവാണ്. അപ്പോൾ ഈ താരങ്ങൾ ഒരു പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ ഒപ്പം എടുക്കുന്ന ഒരു സെൽഫിയോ അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോയോ ഒക്കെ എടുക്കുന്നത് അവരവരുടെ ഈ എടുക്കുന്ന വ്യക്തിയുടെ സ്വന്തം സാമൂഹ്യ മാധ്യമ ഹാൻഡിലോ അക്കൗണ്ടിലോ ലൈക്കുകളും ഷെയറുകളും ഒക്കെ കൂടി ആളുകൾ, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടി സ്വയം ഒരു താരമായി അല്ലെങ്കിൽ ഒരു ചെറിയ താരമായി വളരുവാനുള്ള വാതായനങ്ങൾ ഇന്ന് പലരുടെയും മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. ആ ഒരു വാതായനങ്ങളോ അല്ലെങ്കിൽ ആ ഒരു അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ താരാരാധന എന്നുള്ളത് ഒരു ട്രെൻഡായി വളർന്നത്.